ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്ക് ബയോളജി 9th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്ററായ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലുള്ള നമ്മുടെ പഴയ SCERTയിൽ ഇല്ലാത്ത പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിലെ പോലെ തന്നെ ഓക്കെ, ഇതിന്റെ ആദ്യമായിട്ട് ഈ ക്ലാസ് ആണ് കാണുന്നതെങ്കിൽ ഇതിന്റെ മുന്നത്തെ സെഷൻസ് കാണുക. അപ്പൊ നമുക്ക് ഉടനെ പരീക്ഷ വരുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഴയ SCERTയിൽ ഇല്ലാത്ത പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സീരീസ് ആയിട്ട് തന്നെ ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോ ഈ ഒരു ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പുതിയ പോയിന്റുകൾ ഈ ഒരു ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഒത്തിരി പുതിയ പോയിന്റുകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറേ പോയിന്റ്സ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ശ്വസനം എന്താണ്, ശ്വസനം എന്ന ആ ഒരു പ്രോസസ്സിനെ ലളിതമായിട്ട് വിശദീകരിച്ച സയന്റിസ്റ്റിന്റെ പേര് ഇതാ കൊടുത്തിട്ടുണ്ട്, അന്റോയിൻ ലാവോസിയർ. അന്റോയിൻ ലാവോസിയറിനെ നമ്മൾ കെമിസ്ട്രി ഭാഗത്താണ് ഇതുവരെയും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾ ആ ഒരു ഓക്സിജന്റെ പങ്കൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും കെമിസ്ട്രിയുടെ ഭാഗത്ത്. എന്നാൽ ഇവിടെ ബയോളജിയുടെ ടെക്സ്റ്റിൽ അന്റോയിൻ ലാവോസിയറിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിലെ അന്റോയിൻ ലാവോസിയർ. ഓക്കെ, അന്റോയിൻ ലാവോസിയർ. നോക്കൂ, വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണ് എന്ന് പറഞ്ഞത് അന്റോയിൻ ലാവോസിയർ ആണ്. അതായത് വസ്തുക്കൾ കത്തുമ്പോൾ എങ്ങനെയാണ് കത്തുന്നത്? ഓക്സിജനെ ഉപയോഗിച്ച് വസ്തുക്കൾ കത്തുന്നു. കത്തുന്ന സമയത്ത് കത്തുന്നതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതേ സംഗതി തന്നെയല്ലേ ശ്വസിക്കുമ്പോഴും നടക്കുന്നത്? നമ്മൾ ഓക്സിജനെ എടുത്തിട്ട് നമ്മൾ ശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു അല്ലെ? അപ്പൊ വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രവർത്തനം തന്നെയാണ്. ഇതിനാദ്യമായിട്ട് പറഞ്ഞത് അന്റോയിൻ ലാവോസിയർ ആണ്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. അതിനകത്ത് എന്താ ചെയ്തത്? ഒരു ചെറിയ ബക്കറ്റിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ ബക്കറ്റിൽ ഒരു ഗിനിപ്പന്നിയെ വെച്ചു. എന്നിട്ട് ആ ബക്കറ്റ് വേറെ ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ടൊരു വല ഉപയോഗിച്ച് ആ ഗിനിപ്പന്നിന്റെ ഭാഗത്തെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഐസ് ഉരുകാതിരിക്കാനുള്ള ഇൻസുലേഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പുറത്തുള്ള താപനില കാരണം ഐസ് ഉരുകി പോവാതിരിക്കാനുള്ള ഇൻസുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഓപ്പണിംഗ് എന്താണ്, ഐസ് ഉരുകി പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രവും താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഈ പുറത്തുനിന്ന് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ചൂട് കാരണം ഐസ് ഉരുകി പോകത്തില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഇവിടെ ഐസ് ഉരുകി വെള്ളമായിട്ട് മാറി. എങ്ങനെയാണ് മാറിയത്? ആ ഗിനിപ്പന്നിയുടെ ശരീരത്തിലുള്ള ചൂട് ഏറ്റത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാവോസിയർ എന്ത് ചെയ്തു? തെളിയിച്ചു. മനസ്സിലായല്ലോ? അപ്പോ ഇവിടെ ഒന്ന് നോക്കിക്കോ, ഗിനിപ്പന്നിയുടെ ശരീരത്തിൽ ചൂടേറ്റത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാവോസിയർ തെളിയിച്ചു. ഓക്കെ, ഇത് നോക്കിക്കോണേ. ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജം ഇതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു. അപ്പൊ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഗിനിപ്പന്നിയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ഐസ് ഉരുകുന്നതിനായി നമുക്ക് PSC ആണ്, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് പോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഐസ് ഉരുകാൻ വേണ്ടിയിട്ട് ആ ഗിനിപ്പന്നിയുടെ ശരീരത്തിൽ നിന്ന് എത്ര കിലോ കലോറി ഊർജ്ജം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ 80 കിലോ കലോറി ഊർജ്ജമാണ് ഐസ് ഉരുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. എങ്ങനെയാണ് ഈ ഊർജ്ജം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ശ്വസനത്തിലൂടെയാണ് ഈ ഊർജ്ജം ലഭിച്ചതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഗിനിപ്പന്നി ശ്വസിച്ചപ്പോൾ ആണ് ഈ ഒരു ഊർജ്ജം അവിടെ പുറത്തേക്ക് വന്നത്. ഓക്കെ, ഒരു തടിക്കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജം ഉണ്ടാവുകയും ചെയ്യും, നമുക്കറിയാം. ഇതേപോലെ തന്നെ ശ്വസനത്തിലും ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും അവിടെ ഉണ്ടാകുന്നുണ്ട്. ശ്വസനത്തിന്റെ ഫലമായി താപോർജ്ജം ഉണ്ടാകുന്നു എന്നൊരു പ്രസ്താവന തന്നാൽ അത് ശരിയാണ്. ശ്വസനത്തിന്റെ ഫലമായിട്ടും അവിടെ കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നു. അപ്പൊ ശ്വസനം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ദഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ അവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ദഹനത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ആ ഗ്ലൂക്കോസ് നമ്മൾ ശ്വസിച്ച ഓക്സിജനുമായി കൂടി ചേർന്നിട്ടാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്നത്. അതിനെയാണ് നമ്മൾ ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ അല്ലാതെ തന്നെ പഴയ SCERTയിൽ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്ന സമയത്തും അവിടെ കാർബൺ ഡൈ ഓക്സൈഡും എന്തും ഉണ്ടാകുന്നുണ്ട്? താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ആദ്യം തന്നെ കുറെ പുതിയ പോയിന്റുകൾ കിട്ടിയല്ലോ. ശരി, അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു, അവിടെ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട് ശ്വസന വ്യവസ്ഥയെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ 2-3 പുതിയ പോയിന്റുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പഴയ ടെക്സ്റ്റിലെ പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താഴേക്ക് വരുമ്പോൾ വായു അറകൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ശ്വസന വ്യവസ്ഥ പഠിച്ചിട്ടുണ്ട്, അവിടെ വായു അറകൾ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് അറിയാം.
അല്ലെ? ഈ വായുവറകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളസ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ കുറച്ച് പുതിയ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ നമുക്കറിയാം. ധാരാളം രക്തലോമികൾ അതിനെ ചുറ്റി കാണുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, രണ്ട് ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോളസുകൾ ഉണ്ട്. കണ്ടോ, നമുക്ക് 2 ശ്വാസകോശങ്ങൾ ഉണ്ടെന്ന് അറിയാം. ഈ 2 ശ്വാസകോശങ്ങളിലും കൂടി ഏകദേശം എത്ര ആൽവിയോളസുകൾ ഉണ്ട്? 70 കോടി ആൽവിയോളസ് അല്ലെങ്കിൽ വായുവറകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 70 കോടി വായുവറകൾ അല്ലെങ്കിൽ ആൽവിയോളസ് ഉണ്ട്. ഓർത്തു വെച്ചിരിക്കണം, ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. അത് പഠിച്ചു വയ്ക്കുക. ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലുതാ അല്ലേ? 70 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റുന്നു. അതൊക്കെ നമ്മൾ അറിയുന്ന പോയിന്റ്. ഇവിടെ 2 പോയിന്റ്സ് എക്സ്ട്രാ ഉണ്ട്, പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ആ 70 കോടി എന്തായാലും ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ വരുന്ന പരീക്ഷകളിൽ ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, ശരി. ഇനി ഇവിടെ ഒരു വാക്ക് കണ്ടോ, വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് വെന്റിലേഷൻ. അത് ഓർത്തു വെക്കുക. അപ്പൊ വെന്റിലേഷൻ നിരക്ക് എന്നെങ്ങാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അത് ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പോയിന്റ് ഓർത്തു വെക്കണം. ബ്രീത്തിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് വെന്റിലേഷൻ. കേട്ടോ, ശ്വാസം ലങ്സിൽ നിന്ന് പുറത്തേക്കും അതുപോലെ ഉള്ളിലേക്കും കടക്കുന്ന പ്രക്രിയ. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് വെന്റിലേഷൻ. ആ ഒരു പുതിയ ഒരു ടേമും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ താണ്ടോ, ഇവിടെ ജസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ നിരക്ക് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ, വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ ഈ വെന്റിലേഷൻ നിരക്ക് കൂടുതലായിരിക്കും കുറയുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് ഒരു മനുഷ്യൻ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ വ്യായാമം ചെയ്തു അല്ലെങ്കിൽ ഓടിക്കളിച്ചു കുട്ടികൾ. അതിനുശേഷം ബ്രീത്തിങ്ങിന്റെ ആ ഒരു റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ട് കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? ഉറപ്പായിട്ടും കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വ്യായാമം ചെയ്താൽ വെന്റിലേഷൻ നിരക്ക് കൂടുന്നു എന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെന്റിലേറ്ററിലാക്കിയ കഥയൊന്നും ആലോചിക്കരുത്. വെന്റിലേഷൻ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് കൂടുകയാണല്ലോ ചെയ്യുന്നത്. വ്യായാമം ചെയ്താൽ വെന്റിലേഷൻ നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. പെട്ടെന്ന് നമ്മൾ ഒരുപാട് നമുക്ക് ഓക്സിജൻ ആവശ്യമായിട്ട് വരും. അങ്ങനെ നമ്മൾ വെന്റിലേഷൻ നിരക്ക് അല്ലെങ്കിൽ ബ്രീത്തിങ് നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഓർമ്മിച്ച് വെക്കണം. അപ്പൊ കായിക വിനോദങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുമ്പോൾ പേശി പ്രവർത്തനം കൂടുന്നതിനാൽ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഊർജ്ജം കൂടുതൽ വേണ്ടതിനാൽ ഓക്സിജന്റെ ആവശ്യകത വർദ്ധിക്കുമല്ലോ. ഒരുപാട് ഊർജ്ജം വേണമെന്നുണ്ടെങ്കിൽ ആ ഊർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരുപാട് ഓക്സിജൻ വേണം. കൂടാതെ ശരീരത്തിൽ നിന്ന് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയേണ്ടതായിട്ടും വരുന്നു. ഇതിനാലാണ് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്ക് അവിടെ കൂടിയത്. വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്കിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? വെന്റിലേഷൻ നിരക്ക്. ഓക്കെ അല്ലേ? ഇവിടെ വെന്റിലേഷൻ എന്ന ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോ, അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ് എന്ത്? വെന്റിലേഷൻ. വായുവിന്റെ സഞ്ചാരം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വായുവിന്റെ സഞ്ചാരത്തിനാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. വെന്റിലേഷനിലെ ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയും നിങ്ങൾ? വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം, ഉള്ളിലേക്ക് ഉച്ഛ്വാസം, പുറത്തേക്ക് വിടുന്നത് എന്താണ്? നിശ്വാസമാണ്. അപ്പൊ ഉച്ഛ്വാസവും നിശ്വാസവുമാണ് വെന്റിലേഷനിലെ ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ഛ്വാസവും നിശ്വാസവും ആണ്. അറിയാലോ, അതൊക്കെ നിങ്ങൾ പഴയ SCERT ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇന്റർകോസ്റ്റൽ പേശിയും വാരിയലും ഡയഫ്രം ഒക്കെ ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ പഴയ SCERT പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യും, വാരിയൽ എന്ത് ചെയ്യും, ഡയഫ്രം എന്ത് ചെയ്യും, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ശരി, അടുത്ത് ഉച്ഛ്വാസം ചെയ്തു, ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. ഈ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം എങ്ങോട്ട് ചെല്ലും? അതൊക്കെ പോയി 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 വായുവറയിലോട്ട് ചെല്ലും അല്ലെങ്കിൽ ആൽവിയോളസിലോട്ട് ചെല്ലും അല്ലെ. ആൽവിയോളസിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? ആ ആൽവിയോളസിനെ ചുറ്റിക്കൊണ്ട് ധാരാളം രക്തലോമിക ഉണ്ടല്ലോ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പഴയ SCERT. അതുകൊണ്ടാണ് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മുടെ വായുവറയിലെത്തി അതിനെ ചുറ്റിക്കൊണ്ട് ഒരുപാട് രക്തലോമികകളുണ്ട്. ആ ശ്വാസം അല്ലെങ്കിൽ നമ്മൾ എടുത്ത ആ ഒരു ശ്വാസത്തിലുള്ള ഓക്സിജൻ ഈ രക്തലോമികയിലോട്ട് ചെല്ലണം അല്ലെ, രക്തലോമികയിലോട്ട് പോകണം, രക്തത്തിലോട്ട് കടക്കണം, എന്നാലല്ലേ നമ്മുടെ ശരീരത്തിന് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടും വരണം? തിരിച്ച് നമ്മുടെ വായുവറയിലോട്ട് ആൽവിയോളസിലോട്ട് വരണം. എന്നാലാണ് നമുക്ക് പുറത്തേക്ക് അതിനെ കളയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ശരി, അപ്പൊ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇങ്ങനെ ആൽവിയോളസ് അല്ലെങ്കിൽ വായുവറയിൽ വെച്ചിട്ടാണ് വാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ വെച്ചിട്ടല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോലാർ വാതക വിനിമയം. ആൽവിയോലാർ വാതക വിനിമയം. അപ്പൊ ശ്വസനത്തിന്റെ ആദ്യഘട്ടം ഉച്ഛ്വാസമായിരുന്നു. രണ്ടാമത്തെ ഘട്ടം ആൽവിയോലാർ വാതക വിനിമയം ആണ്. വാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഓക്കെ അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ആൽവിയോളസിൽ എത്തിയ വായുവിൽ നിന്നും ഓക്സിജൻ രക്തത്തിലേക്കും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്കും കൈമാറേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്.
ഓക്കെ, ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയുള്ള ഓക്സിജൻ രക്തക്കുഴലിലോട്ടും പോകണം, രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലോട്ടും വരണം. ഇവിടെ നമുക്ക് നമ്മൾ അവിടെ പഠിച്ച പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ട്, എന്താന്ന് നോക്കൂ, നമ്മൾ ഓരോ വരികൾക്കിടയിലും വായിക്കണം. ഓക്കെ, നമ്മുടെ ഈ ഒരു ആൽവിയോളസിന്റെ ഭിത്തിയിൽ ഈർപ്പമുണ്ട്. ഇത് കണ്ടോ, ആൽവിയോളസിന്റെ ഭിത്തിയിൽ എന്തുണ്ടടാ? ഈർപ്പമുണ്ട്, ഈർപ്പത്തിന്റെ അംശമുണ്ട്. ആ ഈർപ്പത്തിന്റെ അംശം എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ശ്വസനവാതകങ്ങൾ ആ ഈർപ്പത്തിൽ ലയിച്ച് ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കണം, ഇതൊരു പുതിയ പോയിന്റ് ആണ്. എന്താണിത്? ശ്വസനവാതകങ്ങൾ പെട്ടെന്ന് തന്നെ ആ ആൽവിയോളസിന്റെ ഭിത്തിയിലുള്ള ഈർപ്പത്തിൽ ലയിക്കുന്നു. ആ ഒരു ഈർപ്പം, വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ അംശത്തിലേക്ക് ആ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ലയിച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, ഡിഫ്യൂഷൻ ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്ക്? രക്തക്കുഴലിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് അതിനകത്ത് കയറി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആൽവിയോലാർ ഭിത്തിയിൽ അല്ലെങ്കിൽ ആൽവിയോലസ് അല്ലെങ്കിൽ വായുവറയുടെ ഭിത്തിയിൽ ഈർപ്പത്തിന്റെ അംശമുണ്ട്. ആ ഈർപ്പത്തിന്റെ അംശം ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. ശ്വസനവാതകങ്ങൾ അതിൽ ലയിക്കാനും ഡിഫ്യൂഷൻ എളുപ്പമാക്കാനും സഹായിക്കുന്നു. ബാക്കിയൊക്കെ നമ്മൾ അവിടെ പഴയ SCERT പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞത് കാണുക. ഇപ്പൊ നമ്മൾ പുതിയ SCERT പോയിന്റുകൾ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ്സ് മാത്രം ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പൊ അടുത്ത് വരുന്ന എക്സാം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സീരീസ് ആയിട്ട് തന്നെ ഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ശരി, അടുത്തതാ ഈ ഒരു സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിച്ചേ. ആൽവിയോളസിലെ വായുവും ആൽവിയോലാർ രക്തലോമികയിലെ രക്തവും തമ്മിലുള്ള അകലം 1 മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ്. 1 മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ്. ഓക്കെ, അതായത് എന്താ പറയുന്നത്? ഈ ആൽവിയോളസിൽ കാണുന്ന വായു ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന വായു, പിന്നെ ഈ രക്തലോമികയിലുള്ള രക്തം ഉണ്ടല്ലോ, ഇവര് തമ്മിലുള്ള അകലം അതായത് ഭയങ്കര അടുത്തായിരിക്കുന്നത്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നമുക്ക് അറിഞ്ഞൂടെ? ആ 1 മില്ലിമീറ്ററിന്റെ 1000-1 താഴെ, അത്ര അടുത്താണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അത്രയും അടുത്താണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അത്രയും അടുത്താണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും ഇരിക്കുന്നത് അത്രയും അടുത്താണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. 1 മില്ലിമീറ്ററിൽ താഴെ എന്നല്ല, 1 മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ്. 1 മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ് അവ തമ്മിലുള്ള അകലം. അത്രയും അടുത്താണ് അവര് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പുതിയൊരു പോയിന്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? സർഫക്റ്റന്റ്. സർഫക്റ്റന്റ്. ഓക്കെ, സർഫക്റ്റന്റ് എന്ന് പറയുന്ന വാക്കാണ് സർഫക്റ്റന്റ്. എന്താണ് സർഫക്റ്റന്റ്? സർഫക്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽവിയോലസ് അല്ലെങ്കിൽ വായുവറകളുടെ ഉള്ളിൽ കാണുന്ന ചില രാസവസ്തുക്കളാണ്. എന്ന് വെച്ചാല് പ്രോട്ടീൻസിന്റെയും മാംസ്യത്തിന്റെയും കൊഴുപ്പിന്റെയും ഒക്കെ ഒരു ഗ്രൂപ്പ്, ഒരു മിക്സ്ചർ ആണ് ഈ സർഫക്റ്റന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന വസ്തുക്കൾ. ഇത് എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ വായു നിറയുന്ന സമയത്ത്, ഈ വായുവറയിലേക്ക് വായു വന്ന് നിറയുന്ന സമയത്ത് സുഗമമായിട്ട് അതിന് വികസിക്കാനും, വായു നിറയുമ്പോൾ നന്നായിട്ട് വികസിക്കാനും, ഇനി വായു പുറത്തേക്ക് പോയി കഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോളസിന് അല്ലെങ്കിൽ വായുവാക്കി കഴിവുണ്ടല്ലോ. ആ ചുരുങ്ങലിനും വികാസത്തിനും സഹായിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ സർഫക്റ്റന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർഫക്റ്റന്റിന്റെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നിറയാൻ പറ്റുന്നില്ല, ചുരുങ്ങാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അതായത് ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോളസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫക്റ്റന്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കൂ, മാസം തിരിയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായിട്ട് ഈ അവസ്ഥ കണ്ടുവരുന്നത്. ഒക്കെ നമുക്ക് വരുന്ന പരീക്ഷകളിൽ 100% സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന പോയിന്റുകളാണ്. ഓക്കെ, മാസം തിരിയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായിട്ട് ഈ അവസ്ഥ കണ്ടുവരുന്നത്. അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനും ഇടയുണ്ട്. അപ്പൊ സർഫക്റ്റന്റിന്റെ അളവ് കുറഞ്ഞാൽ നവജാത ശിശുക്കൾ മരണപ്പെടാൻ ഇടയുണ്ട് എന്നൊരു പ്രസ്താവന തന്നാൽ ശരിയാണ്. ഓക്കെ അല്ലേ? ശരി, ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ടെസ്റ്റ് ട്യൂബ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 രാസവസ്തുക്കൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് വഴി നമ്മൾ ഊതുകയാണ്. നമ്മൾ ആ ഒരു ശ്വാസം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം വിടുകയും വലിച്ചെടുക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? അതിനകത്ത് നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു പരീക്ഷണമാണ്. ഇതിൽ നമുക്ക് പഠിക്കാൻ ആകെ ഉള്ളത് ഈ ഒരു സംഗതിയാണ്. നമുക്കറിയാം, നമ്മൾ ഉച്ഛ്വസിക്കുന്ന സമയത്തും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട് അല്ലേ? നമുക്ക് ശ്വസിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ഓക്സിജൻ ആണ് വേണ്ടത്. ശ്വസിക്കാൻ ഉള്ളിലേക്ക് എടുക്കാൻ ഓക്സിജൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്
നമ്മുടെ വായിൽ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ? ഇവിടെയുള്ള ഓക്സിജനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഉള്ളിലോട്ട് കയറ്റാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ വാതകങ്ങൾ ഉണ്ടോ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലത്തില്ലേ? അപ്പൊ ഉറപ്പായിട്ട് ഉച്ഛ്വാസം ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ നിശ്വസിക്കുമ്പോഴും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഉച്ഛ്വാസ വായുവിലും നിശ്വാസ വായുവിലും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്. അതിന്റെ അളവുകൾ, അതിന്റെ വാല്യൂസ്, എത്രയാണ് മൂല്യം, അത് ഉൾപ്പെടെ പഴയ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്, ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. ഇവിടെ ആ കാർബൺ ഡൈ ഓക്സൈഡ് അത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട സാധനം ഈ താഴെ, ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൂചന എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഈ ഒരു സാധനമാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ട സംഗതി. എന്താണ് സംഭവം? അതായത് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ രണ്ട് വസ്തുക്കൾ ഉപയോഗിക്കാം. ഒന്നുകിൽ ചുണ്ണാമ്പ് വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ലായനി ഉപയോഗിക്കാം. അപ്പൊ ഉച്ഛ്വാസ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തിരിച്ചറിയാൻ വേണ്ടി ഒന്നുകിൽ ചുണ്ണാമ്പ് വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ലായനി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏത്? കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏത് എന്നുള്ളത്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ട്യൂബിൽ കൂടെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ചുണ്ണാമ്പ് വെള്ളമാണ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോകുമ്പോൾ ആ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി മാറുമല്ലോ. അവിടെ നമുക്ക് പാൽ നിറമായിട്ട് മാറിയാൽ മനസ്സിലാക്കാം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നിറം ചുവപ്പിൽ നിന്ന് മഞ്ഞയായി മാറും. കണ്ടോ? ചുവപ്പിൽ നിന്ന് മഞ്ഞയായി മാറും. അത് നോക്കി വെച്ചിരിക്കണം. അപ്പോ ഹൈഡ്രജൻ കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേരുമ്പോൾ അതിന്റെ നിറം ചുവപ്പിൽ നിന്ന് മഞ്ഞയായി മാറുന്നു എന്നൊരു പോയിന്റ് പഠിച്ചു വെക്കുക. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ചുവപ്പ് കളർ ചെയ്യുന്നത് എന്ത് കളറായിട്ട് മാറും? മഞ്ഞ നിറമായിട്ട് മാറും. ഹൈഡ്രജൻ കാർബണേറ്റ്. ഓക്കെ അല്ലേ? ശരി. ഈ ആൽവിയോലാർ വാതക വിനിമയമാണ് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളൂ, വേറൊന്നുമില്ല. കാർബമിനോ ഹീമോഗ്ലോബിനും നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിനും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിൽ 7%, 23%, 70% ഒക്കെ അവിടെ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ തന്നെ, അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ അവിടെ ഓക്സിജൻ ലയിക്കുന്ന കാര്യം പഠിക്കുമ്പോൾ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്ന കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇവിടെ എക്സ്ട്രാ ഒരു ചെറിയ പോയിന്റ് കൂടെ അവിടെയുണ്ട്. എന്താണ്? ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ അവിടെ വരുന്നുണ്ട്. പ്ലാസ്മയിൽ കുറച്ച് ഭാഗം പ്ലാസ്മയിൽ ലയിക്കുന്നുണ്ട്, ബാക്കി കൂടുതലും ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു എന്നുള്ളൊരു പോയിന്റ് ആണ് അവിടെ ഉള്ളത്. ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്ട്രാ പോയിന്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും പുതിയതായിട്ടില്ല, എല്ലാം പഴയ പോയിന്റ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ശരി. അടുത്ത കോശ ശ്വസനമാണ്. അത് നിങ്ങൾക്ക് അറിയാം. കോശങ്ങളിൽ വെച്ച് ഓക്സിജൻ ഉപയോഗിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്, അല്ലെ? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ATP ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഫുൾ കാര്യങ്ങൾ നമ്മുടെ പഴയ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ആ സെയിം സാധനങ്ങൾ തന്നെയാണ് ഉള്ളത് കേട്ടോ, വേറെ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ശ്വസനം എന്താന്ന് നമുക്ക് അറിയാം. ശ്വസനം എന്താണെന്ന് അറിയാം. എന്താണ് ശ്വസനം? കോശങ്ങളിൽ വെച്ച്, അല്ലെ, കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ശ്വസനവാതകങ്ങളുടെ സംവഹനവും ഒക്കെ ചേരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ശ്വസനം. അറിയാം. ഈ ഒരു ക്രെബ്സ് സൈക്കിൾ എന്ന് നമ്മൾ 2ാമത്തെ ഘട്ടത്തെ വിളിച്ചില്ലേ? അതിന്റെ കാരണം ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ് കോശ ശ്വസനത്തിലെ 2ാം ഘട്ടത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചത്. അതൊരു പുതിയ എക്സ്ട്രാ ഫാക്ട് ആണ്. അപ്പോ ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബയോകെമിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ കോശ ശ്വസനത്തിലെ 2ാം ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ ഘട്ടം ക്രെബ്സ് സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കണ്ടെത്തൽ ഇതൊക്കെ നോക്കി വെച്ചോ കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത പോയിന്റുകളായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക്, ഇതൊക്കെ ചോദിക്കുമോ നമ്മൾ വിചാരിക്കുന്ന പോയിന്റ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഫ്രിറ്റ്സ് ലിപ്മാൻ വേറൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഈ പറയുന്ന ക്രെബ്സ് സൈക്കിൾ കണ്ടുപിടിച്ചതിന് നമ്മുടെ അഡോൾഫ് ക്രെബ്സിനും 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് 1953 ആർക്കൊക്കെയാണ് കിട്ടുന്നത്? അഡോൾഫ് ക്രെബ്സിനും ഫ്രിറ്റ്സ് ലിപ്മാനുമാണ് കിട്ടുന്നത്. അതിൽ ക്രെബ്സിന് കിട്ടാനുള്ള കാരണം ഈ പറയുന്ന കോശശ്വസനത്തിലെ ക്രെബ്സ് സൈക്കിൾ കണ്ടുപിടിച്ചതിനാണ്. ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ്, ഓർത്തു വെക്കുക. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ ആണ്. അതും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ഒരു പുതിയ സാധനം കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. RBCയിലെ വർണ്ണകമാണെന്ന് അറിയാം. ഇരുമ്പാണ് പ്രധാനമായിട്ട് വരുന്നത് അതിനകത്ത്. ഇതൊരു പുതിയ പോയിന്റ് അല്ലേ? ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ, 10 ലക്ഷം അല്ലെ ദശലക്ഷം,
270 ഓരോ RBCയിലും എത്ര ഹീമോഗ്ലോബിൻ തന്മാത്ര ഉണ്ടാകും? 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഓരോ RBCയിലും ഉണ്ടാകും. അതൊരു പുതിയ പോയിന്റ് ആണ്. ഇനി ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ സംവഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് SCERT നമ്മുടെ പഴയതില്. ഇവിടെ അതേപോലെ 4 ഓക്സിജനെ വഹിക്കാൻ കഴിയുമെങ്കിൽ അവന് 4 കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിക്കാൻ കഴിയും. ആ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ എന്ത് ചെയ്യുന്നുണ്ട്? സംവഹനം ചെയ്യുന്നുണ്ട്. ഇനി ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിലാണെങ്കിൽ 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്ററും പുരുഷന്മാരിലാണെങ്കിൽ 14 മുതൽ 18 അവിടെ വരുന്നത്. ആ രണ്ട് വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കണം. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ? ശരിയാണ്. അങ്ങനെയും പ്രസ്താവനകൾ ചോദിക്കാം. ശരിയാണ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ നമുക്കറിയാം അനീമിയയ്ക്ക് കാരണമാകുന്നു. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അനീമിയയ്ക്ക് കാരണമാകുന്നു. ഓക്കെ. ഇനി ശ്വസനം മറ്റ് ജീവികളിൽ നടക്കുന്ന ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. അമീബയാണെങ്കിൽ കോശസ്തരത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. മണ്ണീരയാണെങ്കിൽ ഈർപ്പമുള്ള ത്വക്ക്, അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ. മത്സ്യമാണെങ്കിൽ ശകുലങ്ങൾ, ഗിൽസ് വഴിയാണ് ശ്വസിക്കുന്നത്. അറിയാലോ. ഇനി സസ്യങ്ങളിലെ കോശ പ്രക്രിയ അല്ലെങ്കിൽ കോശശ്വസന പ്രക്രിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ശ്വസന വ്യവസ്ഥയുണ്ടോ സസ്യങ്ങളിൽ? ഇല്ല. പക്ഷെ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഉണ്ട്. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ, പഴയ SCERT ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളൂ. സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ ആസ്യരന്ധ്രങ്ങൾ. സ്റ്റൊമാറ്റ പഠിച്ചിട്ടില്ലേ? ഇലയിലും ഇളം കാണ്ഡങ്ങളിലും കാണുന്ന ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇലയിലും ഇളം കാണ്ഡങ്ങളിലുമാണ് കാണുന്നത്. തണ്ട് വളരെ കട്ടി കുറഞ്ഞ നേർത്ത തണ്ടുകളിലും ഇലയിലും. കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് ലെന്റിസെല്ലുകൾ. അതും പഴയ ടെക്സ്റ്റിലുണ്ട്. എന്നാൽ ഒന്നും കൂടി ഉറപ്പിച്ച് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. കട്ടി കൂടിയ കാണ്ഡത്തിൽ, നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ടുള്ള കാണ്ഡത്തിലും വേരിന്റെയും ഉപരിതലത്തിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് ലെന്റിസെല്ലുകൾ. ഇലയിലും ഇളം കാണ്ഡങ്ങളിലും കാണുന്നതാണ് എന്ത്? സ്റ്റൊമാറ്റ. ഇനി മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്ന വേരിലെ ചില പ്രത്യേകതരം കോശങ്ങളും ഈ പറയുന്ന വാതക സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേര് മണ്ണിന്റെ ഉള്ളിലല്ലേ? ആ മൺതരികൾക്കിടയിൽ കാണുന്ന വായുവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹനം നടത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് വേരിൽ കാണുന്ന ചില കോശങ്ങൾ. ഓക്കെ. അടുത്ത് നോക്കിക്കോ. അടുത്ത എക്സ്ട്രാ ഫാക്ടുകൾ അവിടെ വരുന്നുണ്ട്. സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രി അടയുകയും ചെയ്യുന്നു. അതൊന്ന് ഓർത്തു വെക്കണേ. സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രി അടയുകയും ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റ് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, പുതിയ പോയിന്റ്, ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ, മീസോഫിൽ കേട്ടു വെച്ചോളൂ, ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. അതൊക്കെ നോക്കി വെച്ചേക്കണം. വരുന്ന പരീക്ഷകളിൽ ഉറപ്പാണ് ചോദിക്കും എന്നുള്ളത്. അടുത്ത ഉടനെയുള്ള പരീക്ഷ ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകളായിക്കോട്ടെ, ഇതൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന പോയിന്റുകളാണ്. ഓക്കെ. അപ്പൊ സ്റ്റൊമാറ്റ പകൽ സമയത്ത് തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യുന്നു. ഇനി ഇലകളിൽ കാണുന്ന മീസോഫിൽ എന്ന് പറയുന്ന കോശങ്ങളിൽ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരേപോലെ നടക്കുന്ന കോശങ്ങളാണ് മീസോഫിൽ കോശങ്ങൾ. നമുക്കറിയാലോ, പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ വിടുന്നു. ശ്വസനമാണെങ്കിൽ പകൽ സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ നമ്മുടെ സസ്യങ്ങൾ ഓക്സിജനെ തന്നെയാണ് സ്വീകരിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നെയാണ് പുറത്തേക്ക് വിടുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരേപോലെ നടക്കുന്ന കോശങ്ങളാണ് മീസോഫിൽ കോശങ്ങൾ. ഇനി പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിന് ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജൻ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വസനഫലമായുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, നമുക്കതറിയാം. ഇനി തികയാത്ത അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം എന്ത് ചെയ്യും? നടക്കും. രാത്രിയിൽ സ്റ്റൊമാറ്റ അടഞ്ഞു പോകത്തില്ലേ? അപ്പോൾ ഡിഫ്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ശ്വസനവാതകങ്ങൾ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഡിഫ്യൂഷനിലൂടെ ആണ്. അതുകൂടെ ഓർത്തു വച്ചിരിക്കണം. ഇനി നമ്മുടെ ലാക്ടോബാസിലസിലും ഈസ്റ്റിലും നടക്കുന്ന ശ്വസനം ഓൾറെഡി പഴയ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്, ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും ഈസ്റ്റിൽ നടക്കുന്നത് ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്നും രണ്ട് വാക്കുകൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അനൈറോബിക് ശ്വസനമാണ്. ഓക്സിജൻ ഉപയോഗിക്കാതെ നടക്കുന്ന ശ്വസനത്തിന് പറയുന്ന പേരെന്താണ്? അവായു ശ്വസനം അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ ആണ്. അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ, വേറൊന്നുമില്ല. ഓക്കെ. ഇതവിടെ ഐറോബിക്കും മനുഷ്യരടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിനെയാണ് നമ്മൾ എയ്റോബിക് ശ്വസനം അല്ലെങ്കിൽ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. ഇതിനെ നമ്മൾ അനൈറോബിക് ശ്വസനം അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു. മനുഷ്യരിൽ അനൈറോബിക് ശ്വസനം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. പേശിക്ലം, മസിൽ ഫാറ്റിക് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾ? പേശികൾ ഭയങ്കരമായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേനും പേശിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരും. അപ്പൊ ഈ പറയുന്ന പോലെ
നമ്മുടെ വായു ശ്വസനത്തിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് അല്ലെ. അതിനെ ബേസിക് ലമോ ഒന്ന് പഠിച്ച പഴയ ടെക്സ്റ്റ് പഠിച്ചിട്ടില്ല നിങ്ങൾ? ആ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓൾറെഡി നിങ്ങൾ പഴയ ടെക്സ്റ്റ് പക്കയാണ്, എനിക്കറിയാം. പുതിയ പോയിന്റുകൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ അല്ലടാ? ശരി, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ പഴയ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഗ്ലൂക്കോസ് ചെയ്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഒരുപാട് പ്രോസസ്സുകൾ, ഒരുപാട് മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. കുറെ ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ ഉണ്ടാവുന്ന വസ്തുക്കൾ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു എക്സാമ്പിൾ ആണ്. ശ്വസനത്തിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ വേറെ ഒരുപാട് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഒരു പരിധിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പൊ അങ്ങനെ കൂടാതെ അതിനെ പുറത്തേക്ക് കളയണം. അങ്ങനെ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ അല്ലെ. വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നമുക്കറിയാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. പല 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 പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വിഷവസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മനുഷ്യനിലുള്ള പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു ഏതാണ്? യൂറിയ. ഓക്കെ, പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട് നമ്മൾ കഴിച്ച ആഹാരത്തിലെ പ്രോട്ടീൻ ഉണ്ടല്ലോ, ആ പ്രോട്ടീൻ വിഘടിച്ചിട്ട് ദഹനം പഠിച്ചപ്പോൾ അത് എന്തായിട്ട് മാറി? അമിനോ ആസിഡുകളായിട്ട് മാറി. ആ അമിനോ ആസിഡുകളെ നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുമ്പോൾ അവിടെ അമോണിയ എന്ന് പറയുന്ന വിഷവസ്തു ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ആ അമോണിയ ഭയങ്കര വിഷവസ്തുവാണ്. അമോണിയയുടെ അളവ് കൂടാൻ പാടില്ല. ആ അമോണിയനെ താരതമ്യേന വിഷം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ്. ഓൾറെഡി പഠിച്ച പോയിന്റ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലത്തിന്റെയും എൻസൈമുകളുടെയും സഹായത്തോടു കൂടി അമോണിയനെ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. ഓക്കെ, കരള് ഉണ്ടാക്കുന്ന യൂറിയ രക്തം വഴി നമ്മുടെ വൃക്കകളിലേക്ക്, കിഡ്നീസിലേക്ക് എത്തുന്നു. കിഡ്നീസ് അതിനെ അരിച്ചിട്ട് യൂറിയ നിർമ്മിക്കുന്നു അല്ലെ. കിഡ്നീസ് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂത്രത്തിലൂടെ, യൂറിനിലൂടെ എന്ത് ചെയ്യുന്നു? അതിനെ പുറത്തേക്ക് കളയുന്നു. അതും ബാക്കി അരിച്ച് കിട്ടുന്ന ബാക്കി വേസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? അത് യൂറിനിലൂടെ അത് പുറത്തേക്ക് കളയുന്നു. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ, ഞാൻ പറയുന്നില്ല കേട്ടോ. ശരി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഴയ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. കിഡ്നീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദബോമാൻസ് ക്യാപ്സ്യൂൾ, അഫറന്റ് ഡിഫറന്റ്, വൃക്കാധമനി, വൃക്കാനളിക ഒക്കെ സെറ്റാണ്, അറിയാം. വൃക്കയും അനുബന്ധ ഭാഗങ്ങളും അല്ലെ, അതും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ. 12 ലക്ഷം നെഫ്രോണുകൾ പഴയ ടെക്സ്റ്റിൽ ഉള്ളത് പോയിന്റ് തന്നെയാണ്. 12 ലക്ഷം നെഫ്രോൺ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ്, അത് നിങ്ങൾക്ക് അറിയാം, പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ മൂത്രം രൂപപ്പെടൽ അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ പറയുന്നുണ്ട്. 3 സ്റ്റെപ്പില്ലേ? സൂക്ഷ്മ അരിക്കൽ അല്ലെ, പുനരാകിരണവും ശ്രവണവും, ജലത്തിന്റെ ആകിരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ പ്രത്യേകിച്ച് പോയിന്റ്സ് ഇല്ല, പഴയ പോയിന്റ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, എക്സ്ട്രാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ. ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്നാലും ക്ലാസ് കാണാത്തവരാണെങ്കിൽ പുതിയ SCERT വന്നതുകൊണ്ട് പുതിയ SCERT മാത്രം പഠിക്കണം എന്നൊരു ധാരണയിൽ എടുക്കരുത്. പഴയ SCERT ഉറപ്പായിട്ടും വേണം. കാരണം ഇതിനേക്കാളും ഇപ്പൊ ഇവിടെ കുറെ എക്സ്ട്രാ പോയിന്റ്സ് വന്നു. ഇതിലില്ലാത്ത ഒരുപാട് പോയിന്റുകൾ പഴയ SCERT ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ആ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റിന്റെ കാര്യം, അതിനകത്ത് 127 ml ഉണ്ടായി, 126 തിരിച്ചറിയ അബ്സോർവ് ചെയ്തു, 1 ml യൂറിൻ ഉണ്ടായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളൂ. ഇതിനകത്ത് അതൊന്നും ഇല്ല. ഓക്കെ, പരീക്ഷയ്ക്ക് അത് ചോദിക്കില്ല എന്നല്ല, ഉറപ്പായിട്ട് നമ്മൾ അതൊക്കെ ബേസ് വേണം. അതിന്റെ കൂടെ ഈ എക്സ്ട്രാ പോയിന്റുകളും കൂടി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ശരി, വൃക്കകളുടെ ആരോഗ്യമാണല്ലോ, വൃക്കകളുടെ ആരോഗ്യം നോക്കണം. അതാണ് ഇനി അടുത്തതായി ഇത് നോക്കിക്കോ. ഇത് ചോദിക്കാനുള്ള സാധ്യത കാണുന്ന ഒരു സാധനമാണ് കേട്ടോ. യൂറിനില് നോർമൽ ആയിട്ട് ഗ്ലൂക്കോസോ വേറെ രക്തം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ യൂറിനിൽ പ്രത്യേകിച്ച് ചില ഘടകങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്, സാധ്യതയാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യൂറിനിൽ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ എന്ത് രോഗത്തിന്റെ ലക്ഷണമാണ്? പ്രമേഹത്തിന്റെ ലക്ഷണമാണ് അല്ലെ, പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. ആൽബുമിൻ, എന്താണ് ആൽബുമിൻ? പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ ആൽബുമിൻ. അപ്പോ യൂറിനിൽ ആൽബുമിന്റെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ് യൂറിനിൽ ആൽബുമിൻ വരുന്നത്. ഓക്കെ, ആൽബുമിൻ വരുന്നത്. ഇനി യൂറിനിൽ രക്തം കണ്ടു കഴിഞ്ഞാലും അത് വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്. യൂറിനിൽ രക്തം കണ്ടാലും വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്. യൂറിനിൽ ബിലിറൂബിന്റെ കണ്ടന്റ് വന്നാൽ അത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ്. ബിലിറൂബിന്റെ കണ്ടന്റ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ്. ഇനി യൂറിനില് കാൽഷ്യം ഓക്സലേറ്റ് തരികൾ ഉണ്ടെങ്കിൽ അത് വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിന്റെ ലക്ഷണമാണ്. യൂറിനില് പഴുപ്പ് കോശങ്ങൾ, പഴുപ്പ് കോശങ്ങൾ വന്നാൽ അത് യൂറിനറി ഇൻഫെക്ഷന്റെ, മൂത്രപഥത്തിലെ അണുബാധയുടെ ലക്ഷണമാണ്. അപ്പൊ ഇതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഇതൊക്കെ വരും പരീക്ഷയ്ക്ക്, എന്തായാലും ചോദിക്കും. അപ്പൊ ഇതെല്ലാം യൂറിനിലെ അസാധാരണ ഘടകങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ അസാധാരണ ഘടകങ്ങളാണ്. യൂറിനിൽ നോർമലി കാണുന്ന സാധനങ്ങൾ അല്ല. യൂറിനിലെ അസാധാരണ ഘടകങ്ങളാണ് ഈ പറയുന്ന ഘടകങ്ങളൊക്കെ. അത് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ്, ഒരു രാസവസ്തു ഉണ്ട്. അതിന്റെ പേരെന്താണ്?
ബെനഡിക്സ് റിയേജന്റ് അല്ലെ, ബെനഡിക്സ് റിയേജന്റ് ആണ്. നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ യൂറിൻ എടുത്തിട്ട് ബെനഡിക്ട് റിയേജന്റ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ അതിൽ കളർ ചേഞ്ചസ് ഉണ്ടാവും. ആ കളർ ചേഞ്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബെനഡിക്ട് റിയേജന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധിക്കാൻ എന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ മൂത്രത്തിലെ ഗ്ലൂക്കോസ് പരിശോധിക്കാനെന്നുണ്ട്, അതാണ് ശരി. രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ല, മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പരിശോധിക്കാനാണ് ബെനഡിക്സ് റിയേജന്റ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ പ്രമേഹ ദിനത്തിന്റെ ലോഗോ നിങ്ങൾക്ക് അറിയായിരിക്കും. നീലവൃത്തമാണ് പ്രമേഹ ദിനത്തിന്റെ ലോഗോ അല്ലെ. അപ്പൊ ഈ ബെനഡിക്സ് റിയേജന്റ് നമ്മൾ ചേർക്കുമ്പോൾ അവിടെ നീല നിറമാണ് വരുന്നതെങ്കിൽ, നീല നിറം ഓക്കെ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു എന്നുള്ളത് നീലവൃത്തമാണ് പ്രമേഹ ദിനത്തിന്റെ ലോഗോ അല്ലെ. അപ്പൊ നമ്മൾ ബെനഡിക്സ് റിയേജന്റ് ഒഴിക്കുമ്പോൾ നീല നിറമാണ് കാണുന്നതെങ്കിൽ 0% ആണ് ഗ്ലൂക്കോസിന്റെ അളവ്. പ്രമേഹം എന്ന് പറയുന്ന പ്രശ്നമില്ല, ഗ്ലൂക്കോസ് യൂറിനിൽ കാണുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കളർ പല 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 കളേഴ്സ് ആയിട്ട് മാറാം. അങ്ങനെ കളേഴ്സ് മാറുന്നതിനനുസരിച്ച് അവിടെ ആ യൂറിനിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവില് വ്യത്യാസങ്ങൾ വരാം. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മറ്റേ എന്താ നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള കളേഴ്സിനെ പറയാൻ വേണ്ടി നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്യാറില്ലേ? വിബ്ജിയോർ ഡെയിലി കറക്റ്റ് എഴുതുന്ന സാധനം ഇല്ല കേട്ടോ, മൗസ് വെച്ചിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ വിബ്ജിയോർ അറിയാലോ നിങ്ങൾക്ക്. അതിനകത്തുള്ള ഈ ജിയോർ അങ്ങ് എടുക്കുക, പഠിക്കാനുള്ള എളുപ്പത്തിന് ഇതിനകത്ത് കാണുന്ന ജിയോറിനെ ഇങ്ങോട്ട് എടുക്കുക. അതായത് ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കുറച്ച്, ഒരു 0.5 മുതൽ 1% വരെയാണ് യൂറിനിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഉള്ളതെങ്കിൽ അത് ഗ്രീൻ കളർ ആയിട്ടായിരിക്കും അവിടെ യൂറിൻ മാറുന്നത്. യൂറിൻ എടുത്തു, ഇതിൽ ബെനഡിക്സ് റിയേജന്റ് ഒഴിച്ചു, നീല നിറം വന്നാൽ യൂറിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണ്. ജി ആണ് വരുന്നതെങ്കിൽ ഗ്രീൻ കളർ, പച്ച നിറമാണ് അവിടെ വരുന്നതെങ്കിൽ, ബെനഡിക്സ് റിയേജന്റ് ഒഴിക്കുമ്പോൾ പച്ച നിറമാണ് വരുന്നതെങ്കിൽ 0.5 മുതൽ 1% വരെ ഗ്ലൂക്കോസിന്റെ അളവ് അതിനകത്തുണ്ട്. ഇനി അടുത്ത് യെല്ലോ അല്ലേ, ജിയോർ എടുക്കുമ്പോൾ യെല്ലോ അല്ലേ അടുത്ത് വരുന്ന കളർ, മഞ്ഞ യെല്ലോ കളറാണ് വരുന്നതെങ്കിൽ 1 മുതൽ 1.5% വരെ ഗ്ലൂക്കോസിന്റെ അളവ് അവിടെ ഉണ്ട്. അടുത്ത ഓറഞ്ച് കളർ വന്നാൽ 1.5% മുതൽ 2% വരെ അവിടെ എന്തുണ്ട്, യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അളവുണ്ട്. ഇനി അടുത്തത് ബ്രിക്ക് റെഡ് ആണ് കേട്ടോ, വെറും റെഡ് അല്ല, ബ്രിക്ക് റെഡ് എന്ന് പറയുന്ന കളർ, നല്ല കട്ട കളറാണ്, ഇഷ്ടികയുടെ കളർ, ബ്രിക്ക് റെഡ് കളർ, നല്ല കടുത്ത ചുവപ്പ് കളർ, ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ. ആ ഒരു ബ്രിക്ക് റെഡ് കളറാണ് അല്ലെങ്കിൽ നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ 2%-ലും കൂടുതലാണ് ഗ്ലൂക്കോസിന്റെ അളവ് യൂറിനിലുള്ളതെന്ന് മനസ്സിലാക്കാം. 2%-ലും കൂടുതലാണ് ഗ്ലൂക്കോസിന്റെ അളവ് യൂറിനിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ശരി. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഹീമോഡയാലിസിസ് എന്താണെന്നറിയാം, വൃക്കകള് തകരാറിലായി കഴിഞ്ഞാൽ രക്തം ശുദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഹീമോഡയാലിസിസ്, രക്തം മാറ്റുന്ന ഒരു പരിപാടി ചെയ്യും. അവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, വേറൊന്നുമില്ല. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ചേർക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആന്റി ഹെപ്പാരിൻ ചേർത്ത് തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ കടത്തിവിടും. ഓക്കെ, അതാണ് അവിടെ ഉള്ളത്. വൃക്ക മാറ്റിവെക്കൽ, ട്രാൻസ്പ്ലാന്റേഷൻ അറിയാം അല്ലെ. ഓക്കെ, അതുപോലെ കുറച്ച് പുതിയ പോയിന്റ്സ് ഉണ്ട്. ആർക്കാണ് വൃക്ക ദാനം ചെയ്യാൻ കഴിയുക? പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിൽപ്പെട്ടോ മറ്റോ മരണപ്പെട്ട ആൾക്ക് കൊടുക്കാം. പിന്നെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു വൃക്ക മതി അല്ലെ, ഒരാൾക്ക് ജീവിക്കാൻ ഒരു വൃക്ക മതി. ആ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ മറ്റേ വൃക്ക നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കെ അപകടത്തിലോ മറ്റോ പെട്ട് മരണപ്പെട്ട ഒരാൾക്ക് വൃക്ക ദാനം ചെയ്യാം. മുന്നൊരുക്കം, വൃക്ക ദാനം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ വൃക്ക നമ്മൾ ഒരാളിൽ നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് വെക്കുന്നതിന് മുന്നേ എന്തൊക്കെ മാച്ചിങ് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. രക്തഗ്രൂപ്പ് മാച്ചിങ് ടെസ്റ്റ് ചെയ്യും, ടിഷ്യൂ മാച്ചിങ് ടെസ്റ്റ് ചെയ്യും, ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ചെയ്യും. അപ്പൊ 3 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ വൃക്ക മാറ്റിവെക്കുന്നതിന് മുന്നേ ചെയ്യുന്നത്. രക്തഗ്രൂപ്പ് മാച്ചിങ്, ടിഷ്യൂ മാച്ചിങ്, ക്രോസ് മാച്ചിങ്. ഈ ക്രോസ് മാച്ചിങ് ഒക്കെ ചെയ്യുന്നത് രക്തം കട്ട പിടിച്ച് ക്ലോട്ടായി പോയി രോഗിക്ക് മരണമൊന്നും സംഭവിക്കാതിരിക്കാനും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും അത് ചെയ്യുന്നത് കേട്ടോ. രക്തഗ്രൂപ്പ് മാച്ചിങ്, ടിഷ്യൂ മാച്ചിങ്, ക്രോസ് മാച്ചിങ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മുന്നൊരുക്കമായിട്ട് ചെയ്യുക. ദാതാവിൽ നിന്നെടുത്ത വൃക്കയുടെ രക്തക്കുഴലുകളും മൂത്രവാഹിയും സ്വീകർത്താവിന്റേതുമായിട്ട് യോജിപ്പിക്കുന്നു. ഇനി ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. തുടർ പരിശോധന ആവശ്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാതെ പുറത്തുനിന്ന് എന്തൊരു വസ്തു നമ്മുടെ ശരീരത്തിലോട്ട് വന്നാലും നമ്മുടെ ശരീരം അതിനെ എന്തായിട്ട് കാണും, അത് പുറത്തുനിന്നുള്ള ഒരാളാണ്, വേണ്ടാത്ത ആളായിട്ട് വിചാരിക്കും. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ അതിനെ കളയാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ പ്രതിരോധ വ്യവസ്ഥയെ ഒന്ന് അടിച്ചമർത്തി വെക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധത്തിനെ മന്ദീഭവിപ്പിക്കുന്ന, പ്രതിരോധത്തിനെ കുറയ്ക്കുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടി വരും അല്ലെ. ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയും. പ്രതിരോധത്തിനെ കുറയ്ക്കുന്ന, പ്രതിരോധത്തിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന കുറച്ച് മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വൃക്ക മാറ്റിവെക്കൽ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് വിസർജനം മറ്റു ജീവികളിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, വേറൊന്നുമില്ല. അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, പഴയ ഇതിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മുടെ സസ്യങ്ങളിലെ വിസർജനത്തിന് സഹായിക്കുന്നത്
സ്റ്റൊമാറ്റയിൽ കൂടെയും ലെന്റിസെല്ലിൽ കൂടെയും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതും ഇരുവിസർജനത്തിന്റെ ഭാഗമാണ്. ഹൈഡത്തോടിലൂടെ ജലവും ലവണങ്ങളും പുറത്തേക്ക് പോകും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ പുൽനാമ്പിലൊക്കെ ഈ അതേപോലെ സസ്യത്തിന്റെ അഗ്രഭാഗങ്ങളിലൊക്കെ വെള്ളം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോ എന്താണ്, ജലവും ലവണങ്ങളും ഹൈഡത്തോടിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നുണ്ട്. ഖരമാലിന്യങ്ങൾ, ഇവിടെ ജലബാഷ്പമാണ് സ്റ്റൊമാറ്റോ വഴി പോകുന്നത്. കറക്റ്റ് ജലം അതേപോലെ ലവണവും ഹൈഡത്തോടി കൂടെ പോകും. റെസിൻസ് പുറം തൊലി, പഴുത്ത ഇലകളും കായ്കളും കൊഴിയുന്നു. കാതൽ, നമ്മുടെ കാതൽ ഉണ്ടല്ലോ, കാതൽ, വലിയ മരങ്ങളുടെ കാതൽ, ആ കാതൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഖരമാലിന്യങ്ങളാണ്, സസ്യത്തിലുള്ള മാലിന്യങ്ങളാണ് അവിടെ അങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നത് അല്ലെ. റെസിൻസ് ആയിട്ടും പുറം തൊലി ഇളകി പോകുന്നതായിട്ടും പഴുത്ത ഇലയും കായും ഒക്കെ പൊഴിഞ്ഞു പോകുന്നതായിട്ടും കാതൽ ഉണ്ടായിട്ടും ഒക്കെ പുറത്തേക്ക് പോകുന്നത് അവിടുത്തെ വിസർജ്യ വസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഹോമിയോസ്റ്റാസിസ്. എന്താണ് സമസ്ഥിതി പാലനം? സമസ്ഥിതി പാലനം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ഒരു ഓർഡറിന് അടുക്കും ചിട്ടയോടും കൂടി ഒന്നും കൂടുകയും കുറയുകയും ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് ഒരു നല്ല രീതിയിൽ സമസ്ഥിതിയിൽ പോവുക, ഇക്വിലിബ്രിയത്തിൽ പോവുക. അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ഈ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത്? ഓക്കെ, വൃക്കകൾ എങ്ങനെ സഹായിക്കും? ലവണ ജല സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, മാലിന്യങ്ങളെ പുറന്തള്ളുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വൃക്ക സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. കരളാണെങ്കിലോ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു. എന്താണ് മെറ്റബോളിസം? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നുമുണ്ട്, ഒരുപാട് വസ്തുക്കൾ വിഘടിച്ച് വേറെ പല വസ്തുക്കളുമായിട്ട് മാറുന്നുമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ നിർമ്മാണ വിഘടിക്കുന്ന പ്രക്രിയയ്ക്കും പറയുന്ന പേരാണ് മെറ്റബോളിസം. ആ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. ഇത് രണ്ടും ചെയ്തുകൊണ്ട് കരള് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ത്വക്ക് താപനിലയും ജല ലവണ ക്രമീകരണവും നടത്തിക്കൊണ്ട്, താപനില കറക്റ്റ് ആക്കാൻ ത്വക്ക് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെയും ലവണത്തിന്റെയും അളവ് കൃത്യമായിട്ട് നിലനിർത്താൻ ത്വക്ക് സഹായിക്കുന്നുണ്ട്. അതിലൂടെ സമസ്ഥിതി പാലനത്തിന് ത്വക്ക് സഹായിക്കുന്നു. ലങ്സ്, ശ്വാസകോശം എങ്ങനെ സഹായിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ടും ഓക്സിജന്റെ തോത് ക്രമീകരിച്ചുകൊണ്ടും pH ക്രമീകരിച്ചുകൊണ്ടും നമ്മുടെ ശ്വാസകോശങ്ങൾ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. പഠിക്കണേ. ഇനി അടുത്ത ടിഷ്യൂ ദ്രവമാണ്. ടിഷ്യൂ ദ്രവം എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ നമ്മൾ? ടിഷ്യൂ ദ്രവം. ആ ടിഷ്യൂ ദ്രവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂ ദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു. ടിഷ്യൂ ദ്രവത്തിന്റെ ആ ഒരു ഘടന കറക്റ്റ് ആയിട്ട് വന്ന് ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന കറക്റ്റ് ഒരു എൻവയോൺമെന്റ് ടിഷ്യൂ ദ്രവം കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും ആൾക്കാർ ചേർന്നിട്ട് സമസ്ഥിതി പാലനത്തിന് എന്ത് ചെയ്യുന്നു? സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ഇനി നമ്മുടെ സമസ്ഥിതിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആന്തര സമസ്ഥിതി, നമ്മുടെ ഉള്ളിലുള്ള ആന്തര സമസ്ഥിതിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ തെറ്റായ ആഹാരശീലങ്ങൾ. പരീക്ഷയ്ക്ക് പ്രസ്താവനയായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണിത്. തെറ്റായ ആഹാരശീലങ്ങൾ, അമിത പോഷണം, ന്യൂനപോഷണം. അമിത പോഷണം എന്ന് വെച്ചാൽ ഓവറായിട്ട് നമുക്ക് പോഷകങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുന്നത് പ്രശ്നമാണ്. ന്യൂനപോഷണം എന്ന് പറഞ്ഞാൽ പോഷണങ്ങൾ ചെല്ലുന്നില്ല, കുറവാണ്. അത് രണ്ട് കേസിലും പ്രശ്നമുണ്ട്. വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മലിനീകരണം, ശുചിത്വമില്ലായ്മ, രോഗാണുക്കളുടെ ആധിക്യം, മരുന്നുകളുടെ തെറ്റായ ഉപയോഗം, വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം. ഇതെല്ലാം നമ്മുടെ ആന്തര സമസ്ഥിതിയെ പ്രശ്നമാക്കുന്ന അല്ലെങ്കിൽ തകരാറിലാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ആന്തര സമസ്ഥിതി നമ്മൾ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന ബാഹ്യ പരിസ്ഥിതി അതും നല്ലതായിരിക്കണമല്ലോ. ആന്തര പരിസ്ഥിതി മാത്രമല്ല, നമ്മുടെ ബാഹ്യം ചുറ്റുപാടും നല്ലതായിരിക്കണമല്ലോ. മലിനീകരണം, നമ്മൾ വേസ്റ്റസ് ഒന്നും ഇടാൻ പാടില്ല അല്ലെ. അപ്പോ ബാഹ്യ പരിസ്ഥിതി നന്നായിരിക്കണം, വേസ്റ്റസ് ഡംപ് ചെയ്യാൻ പാടില്ല. അതും നമ്മൾ ചെയ്താലാണ് നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ, ആ ഒരു പാഠത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഒത്തിരി പുതിയ പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ പഠിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.